മനുഷ്യ സ്വഭാവങ്ങളിൽ അതിവിശിഷ്ടമായ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ സ്നേഹത്തിന് 3 തലങ്ങളുണ്ടെന്നും അതില് ഒന്നാമത്തേത് ശാരീരിക തലം അല്ലെങ്കിൽ മൃഗീയ തലം, അനിമൽ ലൈക്ക് ലവ് എന്ന് ഒന്നാമത്തെ തലവും, രണ്ടാമത്തത് മാനുഷികം അഥവാ മാനസികം, ശരീര സ്നേഹം എന്ന ഏറ്റവും താഴ്ന്ന നിലവാരം, മാനസികം എന്ന രണ്ടാമത്തെ സ്നേഹത്തിന്റെ നിലവാരം. ഇനി മൂന്നാമത്തേത് ദിവ്യ സ്നേഹം അഥവാ ആത്മസ്നേഹം. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ സൗഹൃദ സ്നേഹം. സ്നേഹത്തിന്റെ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന നിലവാരം. ആ മൂന്നാമത്തെ സ്നേഹ തലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നേരത്തെ മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ മാനസിക സ്നേഹത്തിന്റെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അത് പലപ്പോഴും ആരംഭിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവസാനിച്ചു പോവുകയോ എന്നേക്കുമായി ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള അഹംഭാവവുമായി ബന്ധപ്പെട്ട സ്വാർത്ഥത കൂടെ ചേരുന്ന ഒരു അവസ്ഥയാണ് സാധാരണ മാനുഷിക സ്നേഹം, സാധാരണ സ്നേഹം. അത് മാനസികമായ സ്നേഹം ആണ്. അത് മനുഷ്യന്റെ എല്ലാ ദുഷ്ഗുണങ്ങളും ആ സ്നേഹത്തിൽ കലർന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ പൊതുവെ കാണുന്നത് മാനുഷിക സ്നേഹമാണ്. നമ്മൾ ആരും ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ചിന്തിക്കുകയോ ബോധവാന്മാരോ അല്ല, അത് വേറെ കാര്യം. എന്നാലും ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് നമ്മുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ 99% നമ്മൾ കാണുന്നത് മാനസിക തലത്തിലെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഇണക്കവും പിണക്കവും തമ്മിലടിയും ബഹളവും വല്ലാത്ത മനുഷ്യന്റെ മറ്റെല്ലാ സ്വഭാവങ്ങളും കലർന്ന സ്നേഹമാണ് മാനസിക സ്നേഹം, സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഭാവം. ഈ മൂന്നാമത്തേത് പരിശുദ്ധ സൗഹൃദ സ്നേഹം. അതായത് മാനുഷിക സ്നേഹം, സാധാരണ സ്നേഹം എപ്പോഴും നിലനിൽക്കുകയും സംഘർഷരഹിതമാവുകയും അത് ആത്മസ്നേഹമായി തീരുകയും ചെയ്യുമ്പോൾ അതിനെയാണ് ദിവ്യ സ്നേഹമെന്നും പരിശുദ്ധ സ്നേഹമെന്നും സൗഹൃദ സ്നേഹമെന്നും ഒക്കെ വിളിക്കുക. മാനുഷിക സ്നേഹം തന്നെയാണ്, പക്ഷെ അത് മനുഷ്യന്റെ ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും കൂടെ കലർന്ന് അത് താഴേക്ക് പതിക്കുന്നതിന് പകരം എന്നേക്കും നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഉലയാത്ത, ബന്ധങ്ങൾ നിലനിൽക്കുന്ന സംഘർഷരഹിതമായ, മറ്റൊരു വഴക്കാണ്, സ്നേഹമാണെങ്കിലും തമ്മിലടിയാണ്. രണ്ടാമത്തെ നമ്മുടെ പൊതു സ്നേഹം. നമ്മൾ സ്നേഹമെന്ന് പറയുന്നതിന് സ്നേഹമുണ്ട്, പക്ഷേ എപ്പോഴും കുറച്ചു നേരം സ്നേഹവും പിന്നെ വഴക്കും പിന്നെ വീണ്ടും സ്നേഹവും, അതാണ്. അതിന് പകരം മനുഷ്യ സ്നേഹം തന്നെയാണ്. അത് ബോധപൂർവം, സ്വബോധത്തോടുകൂടി, അവബോധത്തോടുകൂടി, ചിന്തയോടുകൂടി, സംഘർഷരഹിതമായി, തമ്മിൽ തല്ലാതെ എന്നെന്നും നിലനിൽക്കുന്ന ആത്മാക്കൾ തമ്മിലുള്ള സ്നേഹം. ആത്മസ്നേഹം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ആ വാക്കിനെ. ആത്മാർത്ഥ സ്നേഹം. അങ്ങനത്തെ സ്നേഹം അത് ദിവ്യമായി തീരും, അതായത് ദൈവീക തുല്യമായി മാറും.
നമ്മൾ തന്നെയാണ് ആൾക്കാര്, പക്ഷേ നമ്മുടെ സ്നേഹത്തിന് വളരെ വിപുലമായ അവസ്ഥ. ദിവ്യമായ ഈ സ്നേഹത്തിന് നമുക്ക് കൊടുക്കാവുന്ന പേരാണ് ശുദ്ധമായ സൗഹൃദ സ്നേഹം. മനുഷ്യ സ്നേഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റും. പരിശുദ്ധമായ ശുദ്ധമായ സൗഹൃദ സ്നേഹം. അത്തരം ആൾക്കാര് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയെത്തും. ദൈവീകമായ ഒരു ഇടപെടൽ ഈ സ്നേഹത്തിൽ ഉണ്ടാവും. സംഘർഷരഹിതമായിരിക്കും ഈ സ്നേഹം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് സ്നേഹം. പക്ഷെ ഇത് വളരെ നമുക്ക് പൊതുവെ ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ ഇടയിൽ ഇത് വളരെ കുറവാണ്. അവതാരങ്ങളൊക്കെ ഭൂമിയിൽ വന്ന് അവരുടെ ജീവിതത്തിൽ പെരുമാറ്റം നോക്കിയാൽ, ഗുരുക്കന്മാരുടെ ജീവിതം പഠിച്ചാൽ മനസ്സിലാവും, അവർ ഈ സ്നേഹമാണ് എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല വാക്ക് ഉപയോഗിക്കുന്നത് പരിശുദ്ധമായ സൗഹൃദ സ്നേഹം. എല്ലാ ബന്ധങ്ങളിലും ഈ പരിശുദ്ധ സൗഹൃദ സ്നേഹം ഉണ്ടായി വരാം. ഈ സ്നേഹം ഇതൊരു ദിവ്യത കലർന്ന സ്നേഹമാണ്. മനുഷ്യർ തമ്മിലാണ് ഈ സ്നേഹം. മറ്റ് ജീവികളോടും മനുഷ്യർ ഈ സ്നേഹം കീപ്പ് ചെയ്യാറുണ്ട്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കളോട്, പക്ഷികളോടും മറ്റ് എല്ലാത്തിനോടും. പ്രത്യേകിച്ച് നമ്മൾ മാനസികമായി ഉയരുന്ന അവസ്ഥയിലാണ് ഇത്തരം സ്നേഹം ആ ആളിൽ ഉണ്ടാവുക. ആത്മസ്നേഹം. ഈ ആത്മസ്നേഹം ശരീരത്തിനും സെക്സിനും അതീതമാണ്. ശരീരത്തിന് അതീതമാണ് ഈ സ്നേഹം. നേരത്തെ പറഞ്ഞ സാധാരണ സ്നേഹത്തിലുള്ള വഴക്കും ബഹളവും സംഘർഷവും ഒന്നും ഇതിലുണ്ടാവില്ല. തമ്മിൽ ഭരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമാക്കാൻ ശ്രമിക്കുക, അധികാരം പ്രയോഗിക്കുക, ഇതൊക്കെ സാധാരണ സ്നേഹത്തിൽ ഉണ്ടാവും. അതിനൊക്കെ അപ്പുറമാവുമ്പോൾ അത് ആത്മസ്നേഹമായി മാറുന്നു. നമ്മൾ സാധാരണ സ്നേഹം എന്ന് കരുതി വെച്ചിരിക്കുന്നത് മിക്കതും പരസ്പരം അധികാരം സ്ഥാപിക്കാനും ഭരിക്കാനും സ്വന്തമാക്കാനുമുള്ള ഒരു ആഗ്രഹത്തിനെയാണ് നമ്മൾ സ്നേഹം എന്നൊക്കെ പേര് പറഞ്ഞ് വിളിക്കുന്നത്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വരെ അധികാരം ചെലുത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അവിടെയും സ്നേഹമുണ്ട്, പക്ഷെ അതൊരു അധികാര സ്നേഹമായി മാറുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ട്, അത് സാധാരണ ലെവലിൽ അത് വേറെ എപ്പോഴും അധികാരവും ഈ സ്വന്തമാക്കലും കുറ്റപ്പെടുത്തലുമായി മാറുന്നു. അതുകൊണ്ടാണ് ആ സ്നേഹം ഏറെക്കാലം നിലനിൽക്കാതെ പോകുന്നത്. അതില്ലാതെ വരുമ്പോൾ അധികാരം പ്രയോഗിക്കലും സ്വന്തമാക്കലും ഭരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇല്ലാതെ വരുമ്പോൾ അത് ആത്മസ്നേഹ നിലവാരത്തിലേക്ക് ഉയരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഈശ്വര സ്നേഹം എന്ന് അതിനെ പറയാൻ പറ്റും. ദിവ്യ സ്നേഹം. കാരണം വഴക്കില്ലാത്ത സ്നേഹം, സ്വന്തമാക്കാൻ ശ്രമിക്കാത്ത സ്നേഹം, അടിച്ചമർത്താത്ത സ്നേഹം. അതാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത. നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു സ്നേഹത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അത് അറിയാൻ പറ്റിയ ഒരു അവസരമായി ഈ അവസരത്തിനെ ഉപയോഗിക്കുക. ഈ പരസ്പര സൗഹൃദ സ്നേഹം എന്ന അവസ്ഥയിൽ എത്തുമ്പോൾ അത് ആര് തമ്മിലായാലും, അമ്മയും മക്കളുമായാലും, അച്ഛനും മക്കളുമായാലും, ഭാര്യയും ഭർത്താവുമായാലും, സഹോദരന്മാരായാലും, ഏത് ബന്ധുവായിക്കോട്ടെ, അവർ തമ്മിൽ ഒരിക്കലും പരസ്പരം കീഴടക്കാനുള്ള ഒരു ശ്രമം നടത്തില്ല. അവർ പരസ്പരം സ്വാതന്ത്ര്യം നൽകും. ഒരാൾ മറ്റൊരാളിനെ ഭരിക്കാൻ ശ്രമിക്കില്ല. നമുക്കാണെങ്കിൽ സ്നേഹത്തിന്റെ കൂടെ ഭരണം ഉറപ്പാണ്. സ്നേഹമെന്ന പേരിൽ നമ്മൾ ഭരിക്കുകയാണ്. സ്നേഹമെന്ന പേരിൽ നമ്മൾ കീഴടക്കാൻ ശ്രമിക്കുകയാണ്. സ്നേഹമെന്ന പേരിൽ നമ്മൾ അടിമയാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോ അത് സ്നേഹമെന്ന അവസ്ഥ മാറി അത് ഒടുവിൽ വഴക്കിലോട്ട് പോയി ശത്രുതയിലേക്ക് തീരും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ
എല്ലാ ബന്ധങ്ങളും ഒടുവിൽ അവസാനിക്കുന്നത്. തുടങ്ങുന്നത് സ്നേഹത്തിൽ തന്നെ, പക്ഷേ മുന്നോട്ട് പോയി അവസാനിക്കുന്നത് നല്ല ഒന്നാം തരം ശത്രുതയിൽ. അതിന് കാരണം നമ്മുടെ ഈ സ്വഭാവമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് ആയാൽ അങ്ങനെ ബോധത്തോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സ്നേഹമാണ് ഈ ആത്മസ്നേഹം. ഈ സ്നേഹത്തിന് കാമുകന്മാരെന്നോ ഭാര്യ ഭർത്താവെന്നോ സഹോദരന്മാർ സഹോദരിമാരെന്നോ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന് സ്ത്രീ പുരുഷ ഭേദം പോലും ഉണ്ടാവില്ല. ശരിക്കും യഥാർത്ഥ സ്നേഹത്തിന് സ്ത്രീ പുരുഷ ഭേദമുണ്ടാവില്ല. എത്രയോ സുഹൃത്തുക്കൾ, പുരുഷന്മാർ നല്ല ഒന്നാം തരം ആത്മസ്നേഹികളായി ജീവിക്കുന്നു. എത്രയോ സ്ത്രീകൾ അവർ തമ്മിൽ സുഹൃത്തുക്കളായി ആത്മസ്നേഹം കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് ഈ സ്നേഹത്തിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ, പുരുഷന്മാർ തമ്മിലെന്നോ സ്ത്രീകൾ തമ്മിലെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇതാണ് യഥാർത്ഥ സ്നേഹം, പരിശുദ്ധമായ ഒരവസ്ഥ. സാധാരണ സ്നേഹത്തിൽ തുടങ്ങി നമ്മൾ കാര്യം മനസ്സിലാക്കി ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോഴെങ്കിലും എത്തിച്ചേരേണ്ട ഒരവസ്ഥയാണ് ഈ സ്നേഹം. ഇത് വളരെ യോഗിമാർക്കും സ്വാമിമാർക്കും സന്യാസിമാർക്കും അവതാരങ്ങൾക്കും ദേവീദേവന്മാർക്കും മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ളതല്ല. നേരെ തിരിച്ച് നമ്മുടെ ലൈഫിൽ യഥാർത്ഥത്തിൽ സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. നമ്മളാണെങ്കിൽ ഈ സ്നേഹത്തെ കുറിച്ച് അറിയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അധികാരം പ്രയോഗിക്കുന്നു, കീഴടക്കുന്നു. ഞാൻ പറയുന്നത് എന്തുമാത്രം മറ്റേയാളെ കേൾക്കുന്നു, അപ്പോഴാണ് സ്നേഹമുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അത് സ്നേഹമൊന്നുമല്ല, അത് അടിമയും യജമാനനും തമ്മിലുള്ള സ്നേഹം പോലെയാണ്. അത് അടിമയും ഉടമയും തമ്മിലുള്ളതാണ്. അടിച്ചമർത്തലാണ്, കീഴടക്കലാണ്. പണം നൽകി ഞാനാണ് നിങ്ങളുടെ ചെലവ് നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം എന്ന മട്ടിലുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അഹംബോധത്തിൽ നിന്നുണ്ടാവുന്ന, അഹംഭാവത്തിൽ നിന്നുണ്ടാവുന്ന ഭരണം. അതിനെ നമ്മൾ നല്ലൊരു പേരിട്ട് വിളിക്കുന്നത് സ്നേഹമെന്ന്. കൊച്ചു കുട്ടികളെ, മക്കളെ പോലും നമ്മൾ ഈ പറയുന്ന മെത്തേഡിലാണ് സ്നേഹിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരുടെ വിദ്യാഭ്യാസ കാര്യം നോക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു, നമ്മൾ അവരുടെ കാര്യങ്ങൾ വളരെ കാര്യമായി നോക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവർ നമ്മളെ സ്നേഹിക്കണം. അതൊരു കണ്ടീഷൻ സ്നേഹമാണ്, ഒരു വ്യവസ്ഥ. ഞാൻ നിന്നെ വളർത്തി പഠിപ്പിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, അതുകൊണ്ട് നീ എന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്നേഹമാണ്. അതായത് വില കൊടുത്ത് വാങ്ങുന്ന സ്നേഹം പോലെ അത് കിട്ടാറില്ല. ഒരു മാതാപിതാവിനും ഇങ്ങനെയുള്ള രീതിയിലുള്ള സ്നേഹം തിരിച്ചു കിട്ടാറില്ല. ഒടുവിൽ വൃദ്ധസദനത്തിലായി പോയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളെ വളർത്തുന്നതിന്റെ ദോഷമാണ് അവിടെ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. പാരന്റിങ് നമുക്കറിയില്ല. പാരന്റിങ് എന്ന് പറഞ്ഞാൽ രക്ഷകർത്താവാകുന്നത് എങ്ങനെ എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മളെ ആരും പഠിപ്പിക്കുന്നുമില്ല, നമുക്കറിയില്ല. നമ്മൾ സിനിമ കണ്ടും ടി വി കണ്ടും മറ്റേ സീരിയൽ കണ്ടും നാട്ടുകാർ ചെയ്യുന്നത് കണ്ടും വീട്ടുകാർ ചെയ്യുന്നത് കണ്ടും നമ്മളും ചെയ്യുന്നു. അടിച്ചമർത്തി ഭരിക്കുന്നു, എന്നിട്ട് പറയുന്നു സ്നേഹിക്കുന്നു എന്ന്. വാസ്തവത്തിൽ നമ്മൾ ആരെയും സ്നേഹിക്കുന്നൊന്നുമില്ല. താഴോട്ട് വീണ്ടും വരുന്നുണ്ട്. നമ്മൾ ആരെയും സ്നേഹിക്കുന്നൊന്നുമില്ല. നമ്മൾ വെറുതെ ഓരോ വാക്കും പറഞ്ഞ് നടക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക വാക്കുകൾക്കും അർത്ഥം പോലുമില്ല. അതിന്റെ അർത്ഥം എന്തെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ച വാക്കുകൾ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ഒടുവിൽ നമ്മൾ നെഞ്ചിലിടിച്ച് കരയുന്നു, മരണം വരെ ജീവിതം നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. ഒന്നും മനസ്സിലാവാതെ നമ്മൾ പ്രവർത്തിച്ചതിന്റെ ഫലം. ശരിക്കും യഥാർത്ഥ സ്നേഹത്തിന് സ്ത്രീ പുരുഷ ഭേദമില്ല. ഏത് മത ഗ്രന്ഥങ്ങളിൽ നോക്കിയാലും, ഏത് പുരാണ കഥയെടുത്ത് നോക്കിയാലും നമുക്ക് ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. വളരെ അസാധാരണമായ രീതിയിലുള്ള സ്നേഹബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സഹോദര സ്നേഹത്തിന് വളരെ പ്രശസ്തമായ ഉദാഹരണം രാമലക്ഷ്മണന്മാരുടെ ഒരു ഉദാഹരണമുണ്ട്. ഇഷ്ടംപോലെ എല്ലാ കഥകളിലും എല്ലാം ഉണ്ട്, എന്നാലും പെട്ടെന്ന് ഓർമ്മ വരുന്നതാ. രാമലക്ഷ്മണന്മാർ, ഭാര്യ എന്ന നിലയിൽ നമുക്ക് സീതാരാമൻ പറയാം. പക്ഷെ അവസാനം അത് കഥ മാറുന്നു എങ്കിലും സീതാരാമന്മാരുടെ കഥ, രാമൻ ശ്രീരാമദേവരും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള
ഒരു ദേവനും ഭക്തനും തമ്മിലുള്ള, യജമാനനും ഭക്തനും തമ്മിലുള്ള സ്നേഹം വളരെ അതിസാഹസികമായ സ്നേഹമാണ് ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമദേവനോടുള്ളത്. അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാനുള്ള സ്നേഹം, രാധയോട് ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള സ്നേഹം, പാഞ്ചാലിയോട് കുന്തിദേവിയോട് അവരോട് ഭഗവാന്റെ സ്നേഹം, അമ്മായിയമ്മയും മരുമോളുമാണ് എങ്കിലും കുന്തിദേവിയും പാഞ്ചാലിയും തമ്മിലുള്ള സ്നേഹം. ഇങ്ങനെ ലോകത്തിൽ ഏത് കഥാപാത്രങ്ങൾ എടുത്താലും വിവിധ പല തരത്തിലുള്ള ദിവ്യ സ്നേഹങ്ങൾ കാണാൻ പറ്റും. ദിവ്യ സ്നേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടാവില്ല. ഇന്നത് ചെയ്താൽ മാത്രമേ സ്നേഹം നിലനിൽക്കൂ എന്ന് ഒരിക്കലും ഈ ആത്മസ്നേഹത്തിനുണ്ടാവില്ല. അത് നമ്മുടെ മാനുഷികമായ സാധാരണ മാനസിക തരത്തിലുള്ള സ്നേഹത്തിനാണ് എപ്പോഴും കണ്ടീഷൻസ് വേണ്ടി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പൊതുവെ കണ്ടീഷൻ സ്നേഹമാണ്, ഓരോ വ്യവസ്ഥകൾ വെച്ചിട്ടുള്ള സ്നേഹമാണ്. അതിനെ ശരിക്കും ശരിയായ സ്നേഹം എന്നൊരിക്കലും വിളിക്കാൻ കഴിയില്ല. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ സൗഹൃദ സ്നേഹമാണ് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന മാനുഷിക തലമാണ് ഇത്. അതാണ് യഥാർത്ഥ സ്നേഹം. ഈ ആത്മീയ സ്നേഹത്തിന്, ഈ ആത്മസ്നേഹത്തിന് പങ്കുവയ്ക്കലിന്റെ സ്നേഹമാണ്, സന്തോഷമാണ്. തുല്യമായിട്ടാണ് രണ്ടുപേരും കരുതുക. ആരായാലും ഏകദേശം തുല്യമായിട്ട് ഒരേ പരിഗണന പരസ്പരം കൊടുക്കുന്ന സ്നേഹം. അത് കൊടുക്കാത്തതിനാണ് മിക്ക ബന്ധങ്ങളും അവസാനിക്കുന്നത്, വളരെ വലിയ വഴക്കിൽ അവസാനിക്കുന്നത്. പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് ഈ സന്തോഷം പങ്കുവയ്ക്കലാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ പറയുന്ന പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. മറ്റൊരാളിനെ മുതലെടുക്കുക എന്ന പ്രശ്നം വരുന്നില്ല. മറ്റൊരാളിനെ ചൂഷണം ചെയ്യുന്നത് ഈ സ്നേഹത്തിൽ വരില്ല. അതൊക്കെ താഴോട്ട് പോകുന്ന സ്നേഹമാണ്.